എവ്രിവൺ, ഇന്നൊരു ഓർക്കിഡ് പ്ലാന്റ് റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ പണ്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു ലോങ് വീഡിയോ ചെയ്യോ, ഇതെങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ചോദിച്ച് ഇപ്പോഴും ഡെയിലി കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇന്ന് രാവിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടൊരു ഓർക്കിഡ് ഫ്ലവറാണ്. ഇത് ഏത് വെറൈറ്റി ആയെന്നുള്ള ഒരു ടാഗൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ബട്ടർ യെല്ലോ ഷെയ്ഡിലൊരു പർപ്പിൾ കളർ വന്നിട്ടുള്ളൊരു ഫ്ലവറാണ്. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതിന് 2 സ്റ്റെം നിറയെ അത്യാവശ്യം പൂക്കളുണ്ട് കേട്ടോ. വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മും റൂട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും വൈകാണ്ട് ഇന്ന് തന്നെ ഇതിനൊന്ന് റിപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ്ടോ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇത് കിട്ടിയത്, ഒരു ചെറിയ പോട്ടിൽ ചകിരിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇത് വാങ്ങിച്ചു കൊണ്ടപ്പോൾ ആ ഷോപ്പിലുണ്ടായ പുള്ളി തന്നെ പറഞ്ഞു, നിങ്ങൾ ചകിരി വെക്കാതെ കുറച്ചധികം കോക്ക് ഇട്ടിട്ടൊന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കരിയും ഞാൻ അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും റിപ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്താലോ. ഈ ഓർക്കിഡ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഇതാണ് കറക്റ്റായ മെത്തേഡ് എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എങ്ങനെയൊക്കെ തോന്നണോ അതുപോലെയൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നട്ട് കഴിഞ്ഞിട്ട് കൊടുക്കണ കെയർ അത് കുറച്ച് സൂക്ഷിക്കണം. അത്യാവശ്യം ഒരുപാട് വെയിലുള്ളിടത്ത് കൊണ്ട് വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പൂക്കൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട വളം ഞാൻ പാകം ചെയ്യാറുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കും. അത്രമാത്രം ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ഇതിനും അത് തന്നെയാണ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം എനിക്കതാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിത് ഏതായാലും നട്ട് നോക്കാം. ഞാൻ ഇതിൻ്റെ ടാഗ് ആദ്യം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് ആവശ്യത്തിന് കരി ആദ്യം ഇട്ട് കൊടുത്തു. എന്തായാലും നമുക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ ഈ പോട്ട് നിറയാനായിട്ട്, ഈ പ്ലാന്റും കൂടെ വെച്ച് കഴിയുമ്പോൾ എന്തോരം വേണം എന്നുള്ളത്. അതുപോലെ നമ്മൾ ആ കരി ആദ്യം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് പയ്യൊന്ന് നനച്ചു കൊടുത്തു. കരി നനച്ചു കൊടുത്ത പോലെ തന്നെ ഞാൻ നടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഓർക്കിഡ് പ്ലാന്റും കൂടെ പയ്യൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കരിയിട്ട് അത് പയ്യൊന്ന് നനച്ച് ഈ പ്ലാന്റ് പയ്യൊന്ന് നനവ് കൊടുത്തിട്ട് ബാക്കി കരിയും കൂടെ വെച്ച് കൊടുത്ത് ബാക്കി കരിയും കൂടെ ഇടാണ്. അപ്പോൾ നമുക്കൊരു ഹെൽപ്പറിൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കട്ടെ. കാരണം ഒറ്റക്കൈ കൊണ്ട് ചെയ്യാൻ എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ബാക്കി ഈ പോട്ട് ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്രയും കോക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോക്ക് ഇടുന്നത് നിങ്ങളെടുക്കണ പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഈ പോട്ടിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കാത്ത രീതിയിൽ അത്യാവശ്യം നിറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഇത് ഒന്ന് ഇച്ചിരി കൂടെ സ്റ്റേണായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു കമ്പ് എടുത്തിട്ട് പയ്യൊന്നും ഭയങ്കര ടൈറ്റായിട്ട് കെട്ടരുത്, നമ്മുടെ ഈ 2 സ്റ്റെമ്മും ഒരു കമ്പും വെച്ചിട്ട് പയ്യൊന്ന് കെട്ടി കൊടുക്കുകയാണ്. കാരണം നമ്മളിത് ഹാങ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീണു പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ പുതിയൊരു റൂട്ട് വരണ വരെ നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോല് മാറ്റി കളയാം. പിന്നെ ഹാങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ, ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ട് ഹാങ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഭയങ്കര ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലും കൊണ്ട് വെക്കാതിരിക്കുക. എല്ലാം ഒരു മീഡിയം രീതിയിൽ കിട്ടണ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്ലവർ അത്യാവശ്യം ഹെൽത്തി ആയിട്ട്, പ്ലാന്റും അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നനച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു നനവ് അതിൻ്റെ ചോട്ടിലുണ്ടായാൽ മതി. അതും കൂടെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, സംഭവം വളരെ ഈസിയാണ്. ഇനി ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. താങ്ക്സ് ഫോർ വാച്ചിങ്.